നമസ്കാരം. പ്രധാന വാർത്തകൾ. സിഎം വിത്ത് മീ തുടങ്ങി ആദ്യ കോൾ വിളിച്ചത് നടൻ ടൊവിനോ തോമസ്. പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരാതികളും മുഖ്യമന്ത്രിയോട് പറയുന്നതിനായി സംഘടിപ്പിക്കുന്ന മുഖ്യമന്ത്രി എന്നോടൊപ്പം സിറ്റിസൺ കണക്ട് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനം വെള്ളയമ്പലത്ത് പഴയ എയർ ഇന്ത്യ ഓഫീസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. 1800-425-6789 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയാണ് സേവനം ലഭ്യമാകുക. കരൂർ ദുരന്തത്തിൽ ആദ്യ അറസ്റ്റ്. TVK കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി അറസ്റ്റിൽ. വിജയുടെ കരൂർ റാലിയിലുണ്ടായ ദുരന്തത്തിൽ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തി തമിഴ്നാട് പോലീസ്. TVK കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അന്വേഷണ സംഘമാണ് ഒളിവിൽ കഴിയുകയായിരുന്ന മതിയഴകിനെ അറസ്റ്റ് ചെയ്തത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഉൾപ്പെടെ 5 വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. കേസിൽ വിജയിയെ പ്രതിസ്ഥാനത്ത് നിർത്തി ഭാരവാഹികളെ അറസ്റ്റ് ചെയ്യുകയാണ് പോലീസ്. അതേസമയം TVK സ്ഥാപക നേതാവും നടനുമായ വിജയ് കടുത്ത മാനസിക സംഘർഷത്തിലാണെന്നാണ് റിപ്പോർട്ട്. വിജയ് അസുഖബാധിതനാണെന്നും രോഗം ഉടൻ ഭേദമാവട്ടെ എന്നും BJP നേതാവ് അമർ പ്രസാദ് ആശംസിച്ചു. ആരോഗ്യം സൂക്ഷിക്കണമെന്നും അമർ പ്രസാദ് ഉപദേശിക്കുന്നു. ചാരുമൂട് പ്രതിഷേധ പ്രകടനത്തിനിടെ പ്രാദേശിക കോൺഗ്രസ് നേതാവ് കുഴഞ്ഞു വീണ് മരിച്ചു. ഷാ പാറയിലാണ് മരിച്ചത്. 57 വയസ്സായിരുന്നു. നൂറനാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയാണ് ഷാ പാറയിൽ. ചാനൽ ചർച്ചയിൽ രാഹുൽ ഗാന്ധിക്ക് നേരെ BJP പ്രതിനിധി കൊലവിളി നടത്തിയതിലെ പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയായിരുന്നു. ഇതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. തുടർന്ന് ചാരുമൂട്ടിലെ പരുമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശേഷം മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും രക്ഷിക്കാനായില്ല. ആലത്തൂരിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് വീട് കത്തി നശിച്ചു. ആലത്തൂർ നരിയമ്പറമ്പ് കോരക്കാട് സത്യഭാമയുടെ വീടാണ് രാത്രി 9:30 അപകടത്തിൽ പൂർണ്ണമായും കത്തി നശിച്ചത്. സത്യഭാമയും മകൻ ഷിജുകുമാറും ബന്ധുവീട്ടിൽ പോയതിനാൽ വലിയ അപകടം ഒഴിവായി. വീടും ഉപകരണങ്ങളും പൂർണ്ണമായും കത്തി നശിച്ചു. ആലത്തൂർ ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ആലത്തൂർ പോലീസ്, KSCB അധികൃതർ എന്നിവരും സ്ഥലത്തെത്തി. ഫ്ളാറ്റിൽ റെയ്ഡ്. യുവതിയും യുവാവും അറസ്റ്റിൽ. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഫ്ളാറ്റിൽ നടത്തിയ റെയ്ഡിൽ യുവതിയും യുവാവും പിടിയിൽ. 33.5 ഗ്രാം MDMA-യുമായി എടത്തുരുത്തി സ്വദേശി അഖിൽ, പെരിഞ്ഞന സ്വദേശി ഫസീല എന്നിവരെയാണ് തലക്കുളത്തുള്ള ഫ്ളാറ്റിൽ നിന്നും പിടികൂടിയത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്.